കുറച്ച് കാലം മുന്നേ നമ്മളെ കെയർ ഹോമിലുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വർക്ക് ചെയ്യണ അന്ന് മുതലേ അവിടെ കെയർ ഹോമിൽ ഒരു അമ്മാമ്മ ഒരു 75 മുതൽ 80 വയസ്സ് വരെ പ്രായമുണ്ടാവും. ആദ്യമൊക്കെ പുള്ളിക്കാരി നടന്നിരുന്നു, പിന്നെ നടക്കാൻ വയ്യാണ്ടായി, ഫുള്ള് വീൽ ചെയറിലും ബെഡിലും ആയി. അപ്പം ഇന്നു രാവിലെ ലോഞ്ചിൽ കൊടുന്ന് ഇരുത്തു ഈ അമ്മാമ്മനെ. അപ്പം ഈ അമ്മാമ്മ പണ്ട് കുറേ വായിക്കുന്ന ഒരാളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു ദിവസം ഞാനിങ്ങനെ എടുത്ത് നിൽക്കുകയാണ്, ഈ അമ്മാമ്മൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ അമ്മാമ്മൻ്റെ മോൻ വന്നു. കയ്യിലൊരു മാഗസിൻ ഉണ്ടായിരുന്നു, ആ മാഗസിൻ അമ്മാമ്മക്ക് കൊടുത്തു. ആ മാഗസിൻ അമ്മാമ്മ നോക്കി, ഇത് മാഗസിനാണെന്ന് മനസ്സിലാവുകയൊന്നും ചെയ്തിട്ടില്ല. അതൊരു അത്ഭുതം ഉള്ളൊരു സാധനം കാണുന്ന പോലെ അതിങ്ങനെ നോക്കി നിന്ന്. ഈ മോൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമ്മാമ്മൻ്റെ കൈ പിടിച്ചിട്ട് മോം എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, കുറേ പ്രാവശ്യം വിളിച്ചു. ഈ മോൻ വിചാരിക്കുന്നത് എപ്പോഴെങ്കിലും ഈ അമ്മ തിരിഞ്ഞു നോക്കും, ഇത് മോനാണെന്ന് മനസ്സിലാക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലാണ് വിളിച്ചുകൊണ്ടേ നിൽക്കുന്നത്. കുറേ വിളിച്ച് ഈ അമ്മാമ്മൻ്റെ അടുത്തു നിന്ന് ഒരു റിപ്ലൈയും റെസ്പോൺസൊന്നും ഇല്ലാതായതുകൊണ്ട് മോൻ അങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വേഗം പോയി ചെക്കൗട്ട് ചെയ്ത് കയറാമെന്ന് ഇറങ്ങിപ്പോയി. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്മാർ. അവർ ചിലപ്പോൾ പണ്ട് ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞ അമ്മയും മോനൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം ഈ മോൻ വന്ന് വിളിക്കുമ്പോൾ അമ്മക്കത് മനസ്സിലാവുന്നില്ല, സ്വന്തം മോനാന്ന് പോലും മനസ്സിലാവണില്ല. അപ്പോൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടവർ ചിലപ്പോൾ നാളെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉള്ള കാലം നല്ല സന്തോഷത്തോടെ എല്ലാവരോടും സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇന്നും ഇപ്പോൾ ഒരു വർഷമായി ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത്. ഇന്നും ആ മോൻ വരുന്നുണ്ട്, കയ്യിലൊരു മാഗസിൻ ഉണ്ട്, അമ്മാമ്മക്ക് കൊടുക്കുന്നുണ്ട്, അമ്മാമ്മനെ നോക്കുന്നുണ്ട്, അമ്മാമ്മനെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ മോനാണെന്ന് അറിഞ്ഞ് ഈ അമ്മാമ്മ തിരിഞ്ഞു നോക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നും മോൻ വന്നുകൊണ്ടിരിക്കുകയാണ്.